കാണൂലെന്നൊക്കെ നീ പറഞ്ഞില്ലേ? കാര്യം ശരിയാണ്. ഇപ്പോ എല്ലാം തെളിച്ചത്തോടെ എനിക്ക് കാണാം. എന്റെ കൊല്ലടാ. എന്താ നമ്മളെവിടെയൊക്കെ ഉണ്ടെന്ന് നാലാൾ അറിയണ്ടേ ബ്രോ? ഓ ബ്രോ, ആ മരണത്തിൽ നിങ്ങൾക്ക് മനസ്സറിവില്ലെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ ബ്രോയ്ക്കാണ് ഉറപ്പില്ല. തുടങ്ങുമ്പോഴുണ്ടാകുമല്ലോ സുന്ദരമായൊരു സ്വർഗം, കണ്ടോണ്ടിരുന്നിട്ടും മിണ്ടാതിരുന്നാൽ ഉള്ളിൽ കുളിരുള്. ഇത് മറ്റൊരു കഥാപാത്രം ഷിജി. ചേച്ചി തിരിഞ്ഞു ഞങ്ങളുടെ കായംകുളംകാരി. അങ്ങോട്ടേക്ക് കായംകുളംകാരി സുധ. ഇവരെല്ലാം കൂടാണ് ഈ നാടകം ഗംഭീരമാക്കിയത്. പേര് മറന്നു. സുബിൻ പുത്തഞ്ചിറ. സുബിൻ പുത്തഞ്ചിറ. രഘു ഒറ്റപ്പാലം. അപ്പം ഇവരെല്ലാം കൂടിയാണ് ഈ നാടകത്തെ, വള്ളുവനാട് ബ്രഹ്മയുടെ പകലിൽ മറഞ്ഞിരുന്നൊരാൾ എന്ന നാടകത്തെ ഇത്രയ്ക്ക് ജീവനും ഓജസ്സും നൽകി വിജയിപ്പിച്ചത്. എല്ലാവർക്കും ഈ എളിയ കലാകാരന്റെ നമസ്കാരം. വള്ളുവനാട് ബ്രഹ്മയുടെ പകലിൽ മറഞ്ഞിരുന്ന ആൾ എന്നൊരു നാടകം കണ്ടിരിക്കുകയാണ്. അതിപ്രശസ്തനായ നാടക സംവിധാനം രാജേഷ് ഇല്ലം ചേട്ടനാണ് എടുത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് ഒന്ന് പറയാനാ, പ്രത്യേകിച്ച് രാജേഷ് ഇല്ലം എന്ന് പറഞ്ഞ പേര് നാടകവേദിയിൽ അടയാളപ്പെടുത്തിയൊരു പേരാണ്. മറ്റൊന്ന് ഈ പകലിൽ മറഞ്ഞിരുന്ന ഒരാളെന്നൊരു നാടകം കാരണം ഇത്ര ദൂരമാണ് ഞാനും അനിയനും എൻ്റെ കൂട്ടുകാരും സുഹൃത്തുക്കളൊക്കെ ചേർന്ന് എത്തിയത്. കാരണം ഈ നാടകത്തെക്കുറിച്ച് കുറേ നാളായിട്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ എവിടെയെങ്കിലും ഒന്ന് കാണണം എന്ന് കരുതിയാണ് ഇത്ര ദൂരം വന്നത്. ഒരു കവിത പോലെ മനോഹരമായ ഒരു നാടകം. അതിന് കൂടുതലും ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് എന്താ പറയുന്നത്, അതൊരു അമിതമായ പോഴത്തിലാണ്. ഒന്നും പറയില്ല. കാരണം അത്ര മനോഹരമായൊരു നാടകം. നമ്മൾ നാടകവേദിയിൽ പ്രതീക്ഷിക്കുന്ന സ്ഥിര സങ്കല്പങ്ങളിൽ നിന്ന് വിട്ടൊരു സംവിധാന ശൈലി ഉണ്ടല്ലോ, അതാണ് നമ്മുടെ പ്രിയപ്പെട്ടവർ നിങ്ങളുടെ കൂട്ടുകെട്ടിൽ നാടകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ വ്യത്യസ്തതകൾ തന്നെ ഉണ്ടാകുമ്പോഴാണ് നാടകവേദിക്കും പുതിയ തലമുറയ്ക്കും ഈ നാടകത്തേക്ക് വരാൻ വേണ്ടി ഒരു പ്രചോദനമാകും. അതുകൊണ്ട് തന്നെ പകലിൽ മറഞ്ഞിരുന്നൊരാൾ ഈ വർഷം ഇറങ്ങിയ നല്ല നാടകങ്ങൾ കുറെ ഇറങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും മികച്ച ഒരു നാടകങ്ങൾ ഒന്ന് തന്നെയാണ് പകലിൽ മറഞ്ഞിരുന്നൊരാൾ. സന്തോഷം.